വെൽക്കം ടു ഹാപ്പി ബേബി ഫിഷിംഗ്. ഗൈസ്, ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആണ്. 16 ജൂലൈ 2024. ഗൈസ്, ഞാൻ ആരോടും ചോദിക്കാതെ ആരോടും പറയാതെ ഹാപ്പി ബേബി എന്ന യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്നേക്ക് 1 വർഷമായി ഗൈസ്. 1 വർഷം. എനിക്ക് സത്യം പറഞ്ഞാൽ വിശ്വസിക്കാനും പോലും പറ്റുന്നില്ല. ഈ 1 വർഷം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്ത് നല്ല രീതിക്ക് കൊണ്ടുപോവാൻ എന്നെ കൊണ്ട് പറ്റിയെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ വിശ്വസിക്കാനും പോലും പറ്റുന്നില്ല കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഈ 1 വർഷത്തിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ഒരുപാട് കാര്യങ്ങൾ എന്നതിലുപരി ഉണ്ടല്ലോ, നമ്മളെ ഫിഷിങ് പഠിച്ചു ഗൈസ്. ഫസ്റ്റൊന്നും നമ്മൾക്ക് മീനൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇപ്പം മാസത്തിൽ ഒരു മീനൊക്കെ നമ്മൾക്ക് പിടിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. അത് നമ്മളെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എല്ലാ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് മാസത്തിൽ ഒരു മീൻ പിടിക്കുന്നത്. പിന്നെ ഞാൻ 1 വർഷത്തിൽ എത്ര മീൻ പിടിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ആ വിരലിൽ എണ്ണാൻ പറ്റുന്ന മീനുകൾ മാത്രമേ നമ്മൾ ഈ 1 വർഷത്തിൽ പിടിച്ചിട്ടുള്ളൂ. പിന്നെ എനിക്ക് ഒരുപാട് കമൻസ് വരുന്നത് എനിക്ക് മീൻ പിടിക്കാൻ അറിഞ്ഞൂടാ, എനിക്ക് മീൻ പിടിക്കാനുള്ള കഴിവില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ്. സത്യമാണ് ഗൈസ്, എൻ്റെ കുടുംബത്തിൽ പാരമ്പര്യമായിട്ട് ആരും മീൻ പിടിക്കാൻ പോയിട്ടില്ല എന്ന്. എന്താ ചെയ്യുക? ഇത്രയും അടിപൊളി ഫിഷിംഗ് എന്നൊരു എന്താ പറയുക, ഒരു സ്പോർട്സ് കാറ്റഗറി ഇരിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ ആരും ഫിഷിങ്ങിന് പോയിട്ടില്ല ഇതുവരെ. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഫിഷിംഗ് അറിയാത്തതും. പക്ഷേ നമ്മൾ ചരിത്രം, എൻ്റെ കുടുംബത്തിൻ്റെ ചരിത്രം മാറ്റിമറിച്ച് ഞാനാണ് ഗൈസ് ആദ്യമായിട്ട് മീൻ പിടിക്കുന്ന ഒരു കുട്ടി. അതിലെനിക്ക് അഭിമാനമാണ് ഉള്ളത്. അതൊക്കെ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് കേട്ടോ. പിന്നെ എനിക്ക് ട്രോള് മേടിച്ചെന്നൊരു ഷോർട്സ് ഉണ്ട്. ഞാനത് അപ്ലോഡ് ചെയ്യണ വരെ എനിക്ക് അതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ വീഡിയോ ഇട്ടിട്ട് കുറേ കഴിഞ്ഞ് കമൻസ് ഒക്കെ വരുമ്പോൾ എൻ്റെ പടച്ചോനെ, ഞാൻ എത്ര വലിയ മണ്ടത്തരം അറിയിച്ചു ചെയ്തത്. ആ ഷോർട്സ് എന്താണെന്ന് നമ്മൾക്ക് ഇപ്പം കാണാം കേട്ടോ. വലിയ ക്വാളിറ്റി ഇല്ലാത്ത സംഭവമാണെങ്കിലും ഇതിൽ മീൻ കിട്ടോ ഇല്ലയോ എന്ന് അറിയാനുള്ള ഒരു ആഗ്രഹത്തിന് പുറത്താണ് കേട്ടോ ഞാനിത് മേടിച്ചേക്കുന്നത്. ഇത് അൺബോക്സ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി, വല ശരിക്കും നമ്മൾക്കൊരു വല തന്നെയായിട്ടുണ്ട്. ഇതിന്റെ തല എവിടെ വാല എവിടെ എന്ന് പോലും അറിയുന്നില്ല. എന്തായാലും നമ്മൾക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മൾ ട്രൈ ചെയ്യാനുള്ള ഒരു സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എന്റെ ചെറിയ അറിവ് വെച്ച് ഞാൻ അങ്ങനെ വീശി തുടങ്ങിയിട്ടുണ്ട്. ഒന്നാമത്തെ വീശിൽ പാളി പോയെങ്കിലും രണ്ടാമത്തെ മൂന്നാമത്തെ വീണ്ടും പാളി പോയിട്ടുണ്ട്. ഇത് കണ്ടിട്ട് എനിക്ക് ഇതിനനുസരിച്ച് സഹിക്കാൻ പറ്റില്ല കേട്ടോ. അങ്ങനെയായിരുന്നു ഈ വലയും വെച്ച് ഞാൻ കാണിച്ചത്. അവസാനം ഈ വല ഞാൻ അങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട്. അതിലിനി വല്ല കരിപ്പിടിയും കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് കുറേ മണിക്കൂറിന് ശേഷം ഞാൻ അത് എടുത്ത് നോക്കിയപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ, അതിൽ മീനൊന്നും ഇല്ല ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ ബൈ ഗൈസ്. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ച എന്നെ വീഡിയോ. കാരണം എന്താ അറിയോ, എനിക്കറിയില്ല ഗൈസ്, ഈ ഒടക്ക് വല എന്നുള്ളൊരു വലയുണ്ട്, മറ്റേ വീശ് വല, അങ്ങനെ 2 ടൈപ്പ് വലയുണ്ടെന്ന് എനിക്ക് സത്യമായിട്ടും അറിയില്ല. ഇട്ട് വെക്കാൻ വേറൊരു വലയാണ്, വീശാൻ വേറൊരു വലയാണ്. അതൊന്നും എനിക്ക് ഒട്ടും അറിയില്ലായിരുന്നു. ഞാൻ ഒരു വല മേടിച്ചു. അപ്പോൾ ആ വല നമ്മൾക്ക് ഓക്കെ, നമ്മൾക്കെന്നാൽ മീൻ പിടിക്കും, അതിലെങ്കിലും മീൻ കിട്ടുമല്ലോ. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞിട്ടാണ് മേടിച്ചത്. പക്ഷെ അവർ പറയണ്ടേ എന്നാൽ ഒടക്ക് വല മേടിക്കണം അല്ലെങ്കിൽ വീശ് വല മേടിക്കണം എന്ന്. അങ്ങനെയൊന്നും പറഞ്ഞില്ല. വല മേടിക്കുന്നു പറഞ്ഞ് ലാസ്റ്റ് വല മേടിച്ച് അത് ഞാൻ വീശി നോക്കിയതാ. അത് മുടക്ക് വല. എൻ്റെ പടത്തോരെ അതിൽ ഒരേ കമൻസാണ്. ഞാൻ കമൻസ് വായിച്ച് ചിരിച്ചിട്ടുണ്ട് ഗൈസ്. ബിഗിനറായി ഞാൻ അങ്ങനത്തെ പലതരം മിസ്റ്റേക്കുകളൊക്കെ അങ്ങനെ ആക്കി ഇവിടെ വരെ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്നും എനിക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഫിഷിങ്ങിൽ. സത്യം പറഞ്ഞ എനിക്ക് എൻ്റെ ഗുരുനാഥൻ എന്ന് പറയണമെങ്കിൽ അത് നിങ്ങളൊക്കെ തന്നെയാണ്. ഇത് ഞാൻ ചുമ്മാ പറയല്ലോ കേട്ടോ, സത്യമായിട്ടും ഗൈസ്. കാരണം ഞാൻ ഓരോ മീന് പിടിക്കുമ്പോഴും അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും മീൻ പിടിക്കാനുള്ള ഓരോ വഴിയും അതെങ്ങനെയൊക്കെയാണ്, എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെ യൂസ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു തരുന്നത് നിങ്ങളാണ് കേട്ടോ. നിങ്ങൾ പറഞ്ഞ ഫ്രോഗ് നമ്മൾ മേടിച്ചിട്ടുണ്ട്, നിങ്ങൾ പറഞ്ഞ ചൂണ്ട, റീല്, റോഡ് എല്ലാം നിങ്ങൾ പറഞ്ഞതാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ പറഞ്ഞ സ്ലിംഗ് ഷോട്ട്, നിങ്ങൾ വല വീശാൻ പറഞ്ഞു, ഞാൻ വല വീശി. നിങ്ങൾ പറഞ്ഞ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മളുടെ ഈ 1 വർഷം കടന്നു വന്നത്. എന്തായാലും ഒരു മീനൊക്കെ നമ്മളിപ്പോൾ പിടിക്കുന്നുണ്ട്. യൂട്യൂബ് ഞാൻ 1 വർഷമായിട്ട് ഒരുപാട് സങ്കടം ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് സന്തോഷം ഉണ്ടായിട്ടുണ്ട്. മഴയല്ല ഓക്കെ. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ടായിട്ടുണ്ട്. എനിക്ക് സന്തോഷം കിട്ടിയ കുറച്ച് മൊമെൻറ്റ്സ് ഞാൻ നിങ്ങളോട് പറയാം കേട്ടോ. എനിക്ക് കൂടുതൽ ആദ്യം സന്തോഷം കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ, ഓരോരുത്തർ എൻ്റെ അടുത്ത് വന്നിട്ട് ഹാപ്പി ബേബി അല്ലേ വീഡിയോ ഒക്കെ കാണാറുണ്ട്, വീഡിയോ പ്രസൻറ്റ് ചെയ്യണ രീതി ഇഷ്ടമാവാറുണ്ട് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പോൾ അവർക്ക് എന്താ എനിക്ക് റിപ്ലൈ കൊടുക്കേണ്ടതെന്ന് അറിയില്ല. ആണോ, ഓക്കെ, താങ്ക് യു എന്നൊക്കെ ഞാൻ പറയാറുണ്ടെങ്കിലും എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ അത് എത്രമാത്രം ലഡ്ഡു പൊട്ടി എന്നൊക്കെ പറയില്ലേ, 1-2 ലഡ്ഡു അല്ല ഗൈസ്, 1000കണക്കിന് ലഡ്ഡുവാണ് എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ പൊട്ടുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാവാറുണ്ട്.
പിന്നെ എനിക്ക് എടുത്ത് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറേ കമൻറ്റ്സ് വരാറുണ്ട്, ചേച്ചിൻ്റെ വീഡിയോ അടിപൊളിയാണ്, ചേച്ചി അടിപൊളിയാണ്, അങ്ങനെ കുറേ കമൻറ്റ്സ് വരാറുണ്ട്. ഞാൻ അതൊക്കെ വായിച്ചിട്ട് ഞാൻ റിപ്ലൈ കൊടുക്കും. ഞാൻ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കും. ആരെങ്കിലും ഹേർട്ടായിരിക്കും കമൻറ്റ് ചെയ്യുന്നത്, ഞാനും തിരിച്ച് ഹേർട്ടായിരിക്കും റിപ്ലൈ കൊടുക്കുന്നത്. സമയം കണ്ടെത്തിയിട്ട് റിപ്ലൈ തരുമ്പോൾ ഞാനും അതുപോലെ എനിക്ക് സമയം കണ്ടെത്തിയിട്ട് ഞാൻ റിപ്ലൈ തരാറുണ്ട്. പക്ഷേ എന്നെ ഞെട്ടിപ്പിച്ച അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഗൈസ്, എനിക്കൊരു ദിവസം ഒരു മെയിൽ വന്നു. അപ്പോൾ ആ മെയിലിൽ കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷെ മെൻഷൻ ചെയ്തത് ഞാനൊരു വലിയൊരു ലേഡി ആംഗ്ലർ ആവണമെന്ന് പറഞ്ഞിട്ടാണ് ഗൈസ്. അതെൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ അങ്ങനെ തട്ടി ഗൈസ്. ഓ മൈ ഗോഷ്. അപ്പോൾ കുറേ പേര് ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ നല്ലൊരു ലേഡി ആംഗ്ലർ ആവണമെന്ന് ഗൈസ്. പിന്നെ എനിക്ക് വരുന്ന കമൻസ് ആണ്, എന്തിനാണ് ഈ മീൻ പിടിക്കുമ്പോൾ ഇത്രയും ഒച്ച ഉണ്ടാക്കുന്നത്, ബഹളം ഉണ്ടാക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്കറിയില്ല ഗൈസ്, ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ വിചാരിക്കും ഓക്കെ മീൻ കിട്ടുമ്പോൾ ബഹളം വെക്കരുത്, അല്ലെങ്കിൽ എന്തെങ്കിലും എക്സൈറ്റഡ് ആയിട്ട് കാണുമ്പോൾ സൗണ്ട് ഉണ്ടാക്കരുത് എന്ന് ഞാൻ വിചാരിക്കും. പക്ഷേ ഈ മീൻ കിട്ടിയുണ്ടല്ലോ അപ്പം ഞാൻ നിലവിളിക്കും ഗൈസ്. അതെനിക്കറിയില്ല, അതെൻ്റെ സന്തോഷം, എൻ്റെ എക്സൈറ്റ്മെൻറ്റ് എല്ലാം ഉൾക്കൊള്ളുന്നത് കൊണ്ടാണ് ആ ഒരു ഇത് വരുന്നത് കേട്ടോ. അതെനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ കുറേ നാൾ ശ്രമിച്ചു, ഓക്കെ ഇനിയെങ്കിലും ഞാൻ പതുക്കെ ശാന്തമായിട്ട് ഇങ്ങനെ പോകുന്നു. പക്ഷെ പറ്റുന്നില്ല. ഞാൻ ഈ മീനിൻ്റെ തല കണ്ടാൽ തന്നെ അയ്യോ മീന് അതോ വരാല് എന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കുകയാണ് ഗൈസ്. എന്താ ചെയ്യുക? അപ്പം അങ്ങനെ കമൻസ് വരും. അപ്പം ഞാൻ ചിരിക്കും. പക്ഷേ ഇതാണ് അവസ്ഥ. ഞാൻ കുറേ കാലമായി അതൊന്ന് കറക്റ്റ് ചെയ്യണം വിചാരിച്ചിട്ട്, പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്നില്ല ഗൈസ്. ഞാൻ രാവിലെയും വൈകുന്നേരവും ഫിഷിങ്ങിനൊക്കെ പോവാറുണ്ട്, 5-6 മണിക്കൂറൊക്കെ ഫിഷിങ്ങിന് പോവാറുണ്ട്. അതൊക്കെ ആരും കാണാതെ പോവരുത്. എന്നിട്ട് മീൻ കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ മീൻ കിട്ടിയില്ലാന്ന് ഇടുന്നത് കേട്ടോ. എന്തായാലും നമ്മൾ ഇതുവരെ മീൻ പിടിച്ചും പിടിക്കാതെയും എത്തി. ഇനിയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു ഗൈസ്. അപ്പോൾ എന്തായാലും ഇന്നൊരു അടിപൊളി ദിവസമാണ്. പക്ഷെ ഇന്ന് നമ്മൾക്ക് ഫിഷിങ്ങിനൊന്നും പോകുന്നില്ല കേട്ടോ. കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ ചെറുതായിട്ടൊന്ന് വീണല്ലോ. ആ വീണതിൽ കാര്യമായിട്ട് വലിയ പരിക്കില്ല. പക്ഷേ ഈ ചെവിയിലുണ്ടല്ലോ ഇതിൻ്റെ ഉള്ളിൽ നല്ലപോലെ വീങ്ങിയിട്ടുണ്ട്. സോ ഇന്നലെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ ENT ഡോക്ടറെ കാണിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇവിടെ വീങ്ങിയിട്ടുണ്ട്, അപ്പോൾ ഒരാഴ്ചത്തേക്ക് മരുന്ന് കഴിക്കണമെന്ന്. അപ്പം മരുന്ന് കഴിക്കണത് കൊണ്ട് എനിക്ക് വിശക്കുന്നില്ല, എനിക്ക് തല കറക്കും, ഇടയ്ക്കിടയ്ക്ക് തല കറക്കും. അതുമാത്രമല്ല ഗൈസ്, ഇവിടെ ഇല്ല എനിക്ക് ചവയ്ക്കാൻ പറ്റുന്നില്ല. എനിക്ക് വിശന്നിട്ട് ഞാൻ ഹായ് ഫുഡ് എന്ന് പറഞ്ഞിട്ട് ഞാൻ വായ വെക്കുമ്പോഴായിരിക്കും എനിക്ക് ഈ വായ അങ്ങോട്ട് നല്ലപോലെ തുറക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ സൈഡ് നല്ല വേദന കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഭക്ഷണം നേരമാർക്കും കഴിക്കാൻ പറ്റുന്നില്ല. എനിക്ക് ഭക്ഷണമേ കഴിക്കാൻ തോന്നുന്നില്ല. അയ്യോ ആംബുലൻസ്. നേരെ മരുന്നുണ്ട്, എനിക്ക് നേരെ കഴിക്കാനൊന്നും പറ്റാത്തതുകൊണ്ടും പിന്നെ ടാബ്ലറ്റ്സ് കഴിക്കുന്നതുകൊണ്ട് എനിക്ക് തല കറക്കമൊക്കെ ഉണ്ട്. സോ എനിക്ക് ഫുൾ വീഡിയോ എടുക്കാൻ പോകാനൊന്നും പറ്റുന്നില്ല ഗൈസ്. ഫിഷിങ്ങിന് തന്നെ പോകാൻ വേണ്ടി പറ്റുന്നില്ല. അതിലെനിക്ക് ഭയങ്കര സങ്കടമുണ്ട് കേട്ടോ. എന്തായാലും നമ്മൾ മീൻ പിടിക്കുന്ന വീഡിയോ ആയിട്ടും പിടിക്കാത്ത വീഡിയോ ആയിട്ടും ഇനിയും വരുന്നതായിരിക്കും. സോ നിങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഹാപ്പി ബേബി ഫിഷിംഗ് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇന്നേക്ക് 1 വർഷം. ഇന്നേക്കല്ല മിനിഞ്ഞാന്ന് ആയത്. ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരാഴ്ച ഗൈസ് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഒന്നില്ലെങ്കിൽ മഴ ചതിക്കും, അല്ലെങ്കിൽ എനിക്ക് വയ്യാതെയാവും. ഇപ്പോഴും വയ്യ, എന്നാലും ഞാൻ ഈ ഒരു സന്തോഷ ദിവസം നിങ്ങളോടല്ലാതെ ഞാൻ പിന്നെ ആരോടാ പോയി പറയണ്ടേ. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് എനിക്ക് വയ്യെങ്കിലും ഞാൻ ഇവിടെയൊക്കെ വന്ന് നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ ഇരുന്ന് വീഡിയോ ഒക്കെ എടുക്കുന്നത്. പിന്നെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. വേറെ കാര്യമായിട്ട് ഇന്ന് നല്ലൊരു ഫിഷിംഗ് വീഡിയോ ഒക്കെ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ വയ്യാത്തതുകൊണ്ടാണ് കേട്ടോ. എനിക്ക് അധികം നേരം ഒന്നും ഇങ്ങനെ നിൽക്കാനൊന്നും പറ്റുന്നില്ല. ഭയങ്കര തല കറക്കമൊക്കെയാണ് ഗൈസ്. അപ്പോൾ ഫുഡ് ഒട്ടും കഴിക്കാത്തതുകൊണ്ട് തന്നെ എനിക്ക് ഒട്ടും എനർജി ഇല്ല. പിന്നെ ഈ ഭാഗം നല്ല തടിയൊക്കെ വെച്ചിട്ടുണ്ട്. എന്തായാലും വീണതിനുള്ള ഉപകാരമുണ്ട്, ചെറുതായി തടിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ് വീഡിയോ ഇത്രയേ ഉള്ളൂ. പടക്കം പൊട്ടി. അപ്പോൾ ഇനിയും ഒരുപാട് വീഡിയോസായിട്ട് വരണം എന്ന് നല്ല ആഗ്രഹത്തോടു കൂടി. അപ്പോൾ ബൈ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. ഓക്കെ ബൈ. അപ്പോൾ എന്തായാലും ഗൈസ് നിങ്ങൾ